ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് ശ്രീകോവിലിനകത്ത് കയറുക. ആ പൂജാരി ചാടി അതിന് മണ്ടയ്ക്ക് കയറിയിട്ട് എന്നെ പിടിച്ചങ്ങ് അകത്താക്കി, ആ ശ്രീകോവിലിനകത്താക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു ആ ശിവലിംഗത്തെ കെട്ടിപ്പിടിക്കണം. ഇത് എന്തുവാ സാധനം നോക്കിയപ്പോൾ ഇതിന് മൂർച്ചയുണ്ട്, 4 വഴിക്കോട്ടെ എവിടെയൊക്കെ നമ്മുടെ കല്ല് പൊട്ടിയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിന് പട്ടിൻ്റെ പുറത്തുകൂടെ തപ്പി നോക്കും. അപ്പോഴത്തേക്ക് ബോധം പോയി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ മുഖത്ത് ഭസ്മമൊക്കെ പൂശി ഒരാളോട് ഇങ്ങനെ എന്നെ കൈയാട്ടി വിളിച്ചു. അപ്പോൾ എൻ്റെ മൈൻഡിൽ പറഞ്ഞു ശിവനാണ്. ഭസ്മമിട്ട ആള് ശിവനാണ്. 5 പട്ടി ഇവരെ ചുറ്റുമായിട്ടുണ്ട്. ഒരു പട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുതിരയേക്കാൾ വലുതാണ്. വലിയ പട്ടിയാണ്. ഒന്ന് വെള്ള, ഒന്ന് ചുവപ്പ്, ഒന്ന് പച്ച പട്ടി വരെയുണ്ട്. പച്ചപ്പട്ടി. ശിവനൊരു 72-80 വയസ്സ് വരും. ശിവൻ, ഭഗവാൻ ശിവന് 72-80 വയസ്സ്. പാർവതിക്ക് 23, ഒരു 22 വയസ്സ്. ഡോക്ടറെ നമസ്കാരം. നമസ്തേ. ഞാൻ ഈ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഈ ടൈം ട്രാവൽ സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ ഭയങ്കര അതിശയവും അത്ഭുതവും ഒക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാനും ചില സമയത്ത് ആലോചിക്കാറുണ്ട്, ഒന്ന് ബാക്കിലോട്ട് 2-3 വർഷം നമുക്ക് എപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായത് ആ സമയത്ത് പോയി ആ ടൈം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നം അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരിക. ഇതൊക്കെ രസകരമായ സംഭവമാണ്. നടക്കുമോ ഇല്ലെന്ന് അറിയില്ല. ചിന്തയിൽ രസകരമാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങ് ട്രെയിൻ ട്രാവൽ ചെയ്തേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണത്? അത് 2022 ഒരു ടീമിൻ്റെ കൂടെ മറ്റേ കേദാർനാഥ്, ബദരി എല്ലാം കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഞാനും ഇൻകം ടാക്സ് ഓഫീസർ ആയിരുന്ന, പേര് പറയുന്നില്ല, ഇപ്പോഴും അദ്ദേഹം കൊല്ലം ജില്ലയിലെ ഓഫീസറാണ്. അപ്പോൾ അത് സംഭവിച്ചത് ഞങ്ങൾ 2 പേരും ഹെലികോപ്റ്ററിന് ബുക്ക് ചെയ്തു കേദാറിപ്പാൻ. ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം ആയതുകൊണ്ട് എനിക്ക് ഹെലികോപ്റ്റർ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. എനിക്ക് വയ്യ. ഇപ്പോഴും ഇക്കാലത്തെ പോലെ തന്നെ എനിക്ക് അന്നും വയ്യ. ഹെലികോപ്റ്റർ കിട്ടുകയാണെങ്കിൽ മാത്രമേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അന്ന് രാത്രി ഒരു സ്വപ്നം കാണുന്നു. ശിവനും പാർവതിയും എന്നെ തിരക്കി അവിടെ ഇരിക്കുന്നത്. എവിടെ? കേദാർനാഥിന്റെ മുകളിൽ. ആ സ്വപ്നം കണ്ടത് ഞാനല്ല, വേറൊരാളാണ്. എന്നിട്ട് എന്നെ വിളിച്ച് പറയും, ഈ സ്വപ്നം കണ്ട എന്നിട്ട് ഇവര് തമ്മിൽ പാർവതി പിണങ്ങി അവര് പോകുന്നു. ഇതാ സ്വപ്നം. അപ്പോൾ സ്വപ്നം കണ്ട ആള് എന്നെ വിളിച്ച് പറയും, നീ എന്ത് സ്വപ്നം കണ്ടു? അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു, ഇത് പോകാനായിട്ട് ഇരിക്കുകയാണല്ലോ, ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഹെലികോപ്റ്റർ കിട്ടുകയും ചെയ്തു. ഓക്കെ, പിന്നെ വേറെ പ്രശ്നമൊന്നും. അപ്പോൾ ഞങ്ങളൊക്കെ കേദാർനാഥിലോട്ട് പോകുന്നതിൻ്റെ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ ആ രാവിലെ 5 മണിക്ക് തന്നെ, 4 മണിക്കോ 5 മണിക്ക് തന്നെ ഈ കുതിരപ്പുറത്ത് പോകേണ്ടവരൊക്കെ പോയി. ആകെ ഞങ്ങൾ 40 പേരോ മറ്റുണ്ട്. നടന്നു പോകുന്ന കുറേ പേരുണ്ടായിരുന്നു, അവരും നടന്നും പോയി. അപ്പം ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ ഹെലികോപ്റ്ററിന് ബുക്ക് ചെയ്തിട്ട്. ഞങ്ങൾ ഹെലികോപ്റ്റർ പാടിലുള്ളൂ. അപ്പോൾ അവിടെ പോയി 10 മണിയാകുന്നവരെ നിന്നപ്പോഴാണ് പറയുന്നത്, ഇന്ന് കാലാവസ്ഥ വ്യതിയാനം മൂലം നടക്കുന്ന കാര്യമല്ല, ഹെലികോപ്റ്റർ ഇല്ല, ഇന്ന് പറത്തുന്നില്ല. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് ഞാൻ മേപ്പോട്ട് കയറുന്നില്ലാന്ന് തീരുമാനിച്ചു. എന്തായാലും പോകാൻ തീരുമാനിച്ചു. ഞാൻ മേപ്പോട്ട് കയറുന്നില്ലാന്ന് തീരുമാനിച്ചു. അപ്പൊ ആരവിടെ തിരക്കുന്നാലും ഞാൻ കയറുന്നില്ല. എനിക്ക് കയറാൻ പറ്റില്ല. ഏത് മോനായാലും എന്നെ കൊണ്ട് പറ്റില്ല. തീരുമാനിച്ചു. ഞാൻ സാറിനോട് പറഞ്ഞു, സാറ് വേണമെങ്കിൽ പൊക്കൂ, എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, നടക്കാനുമല്ല. അദ്ദേഹം എന്നോട് വളരെ ദയനീയമായിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ട് വരും. അപ്പോൾ വളരെ ആശയോടെയാണ് നമുക്ക് ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് നടന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ വരണം. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വയ്യ. പുള്ളി ഞാൻ കരയുകയാണ്. പുള്ളിയുടെ അവിടെ വരെ പോയിട്ട് ആഗ്രഹം നടക്കാതെ വരികയല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുതിര കിട്ടുമെങ്കിൽ ഇപ്പം കുതിരക്കാരെല്ലാം അവരുടെ ലായത്തിൽ കുതിരയും കൊണ്ട് തിരിച്ചു പോയി. 5 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് യാത്രയില്ല, കുതിരയെല്ലാം തിരിച്ചു പോയി. 10 മണിയായില്ലേ, 5 മണിക്കൂർ കഴിഞ്ഞു പോയവരില്ല. വരികയാണ്. അപ്പോൾ ഉണ്ട് 2 കുതിരക്കാർ. അപ്പോൾ ഞങ്ങൾ റേറ്റ് പറഞ്ഞ് ഫിക്സ് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെയുള്ള തീർത്ഥാടനത്തിന് ഒരു വില പേശാറില്ല. അവർ പറയുന്നത് ഞാൻ ഫിക്സ് ചെയ്യും. അപ്പം ഞാൻ ഫിക്സ് ചെയ്യുന്ന കണ്ടിട്ട് പുള്ളിയും അതുപോലെ തന്നെയാണ് ചെയ്തു. ഞങ്ങൾ കുതിര പുറത്ത് കയറി 10 മണി 10:30 മേളിലോട്ട്. അതിനി എപ്പോഴങ്ങ് എത്തുമെന്നുള്ളതാണ് മനസ്സിനകത്ത് വിചാരം. കാരണം ഇല്ല പോയ 5 മണിക്ക് പോയവർ 7 മണിയായിട്ടേ അവിടെ എത്തുള്ളൂ. അവിടെ എത്തുള്ളൂ.
ഇപ്പോൾ രാത്രി സന്ധ്യയ്ക്ക് 7 മണിയാകുമ്പോഴേ അവിടെ എത്തും. രാവിലെ 5 മണിക്ക് പോയത്. ഇപ്പം ഞങ്ങളിവിടെ 10 മണിക്ക് 10:30 അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാത്രിയിലൊരു എൻ്റെ കണക്കനുസരിച്ച് 2 മണിയാകും അങ്ങനത്തെ. അതെ, ഇടയ്ക്ക് ഒന്ന് കിടക്കാനോ യാതൊരു സൗകര്യങ്ങളും ഇല്ല, ഒന്ന് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇരുട്ടും കാടും കാടുമുണ്ട്, മഞ്ഞിൻ്റെ തണുപ്പ് നമുക്ക് സഹിക്കാൻ വിജനമല്ലേ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. നമ്മൾ തുളഞ്ഞു കയറുന്ന തണുപ്പ്. അപ്പോൾ ഇത് എന്താകും എന്നുള്ള ഭയം നല്ലപോലെ. ഇത് ഇനി എപ്പോഴും എത്താനാ? എന്തായാലും ഞങ്ങൾ യാത്ര ചെയ്ത് പിന്നെ കുതിര സാധാരണ പോകുന്ന പോലെ നടക്കുന്നു. ഇടയ്ക്ക് ഞങ്ങൾ നിർത്തി, ഞാൻ കുതിരയ്ക്ക് ഏതാണ്ട് പോച്ചയൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ കുടിക്കാനുള്ള അവർ പ്രത്യേക കുടിപ്പിക്കുന്നത് അത് മേടിച്ചു കൊടുത്തു. ഞങ്ങൾ സാധാരണ എല്ലാവരും പോകുന്ന പോലെ ഞങ്ങളും പോയി. ഇടയ്ക്ക് വെച്ച് ഈ 5 മണിക്ക് ഇറങ്ങിയവർ പോകുന്നവർ കണ്ടു. ഹായ് പറഞ്ഞ് ഞങ്ങൾ പോയി. അവരെ ഹായ് പറഞ്ഞു, ഞങ്ങളും അവരും ഹായ് പറഞ്ഞു. അതായത് വെളുപ്പിന് 5 മണിക്ക് അവിടെ നിന്ന് യാത്ര ചെയ്തവരെ 10 മണിക്ക് യാത്ര ചെയ്ത് നിങ്ങൾ കണ്ടു. 10:30 യാത്രയായ ഞങ്ങൾ കണ്ടു. അവർ പകുതി വഴി പോലും ആയിട്ടില്ല. അത് ഹായ് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് പോയി. 12 മണിയായപ്പോൾ കേദാർനാഥിൽ ഉച്ചയ്ക്ക് 2 മണിക്കൂർ 1.5 മണി 2 മണിയായപ്പോൾ കേദാർനാഥിൽ. സാറേ, അപ്പോൾ അപ്പോഴൊന്നും തിരിച്ചറിയുന്നില്ല. ഒരു ടെക്നിക്കിനകത്ത് നടന്നിട്ടുള്ള കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നില്ല. ആരും അറിയുന്നില്ല. ഞങ്ങൾ രണ്ടുമല്ലേ അറിയുന്നുള്ളൂ. ഞാനും സാറും അല്ലേ അറിയുന്നുള്ളൂ. ബാക്കി ആരുടെയും കാര്യം നമുക്ക് അറിയില്ലല്ലോ. അവരറിയുന്നോ അറിയത്തില്ല. അവരിനി വൈകുന്നേരം വരികയല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 മണിയാകുമ്പോൾ 12 മണിയായപ്പോൾ അവിടെ എത്തി. 12:30 ആയപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എന്തായാലും ഇവിടെ എത്തിയല്ലോ, ഇനി നമുക്ക് തിരക്ക് കൂടുന്നതിന് മുമ്പ് നമുക്ക് അമ്പലത്തിനകത്ത് കയറിയിട്ട് പോകാം, ദർശനം നടത്താം. തിരക്ക് കൂടിയാൽ ഭയങ്കര തിരക്കാണ്. കാരണം ഈ 7 മണിക്ക് ആയി കഴിഞ്ഞാൽ തിരക്ക് മഞ്ഞും. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു പൂമാലയൊക്കെ മേടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ കയ്യെ പിടിച്ചു. അകത്ത് പോകാനല്ലേ ഒന്ന് കൈ ഹിന്ദി ചോദിച്ചു. എനിക്ക് ചോട്ടാ ഹിന്ദി എനിക്കറിയത്തില്ല. എന്നാലും നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബേസിക്കലി ഉള്ള കുറച്ച് അങ്ങനത്തെ പോകാൻ പറഞ്ഞു പിടിച്ചുകൊണ്ടാണ് പോയി. എൻ്റെ കുറേ സാറും ഉണ്ട്. പിടിച്ചുകൊണ്ട് അകത്ത് ചെന്നു. ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് ശ്രീകോവിലിനകത്ത് കയറുകയെന്ന്. അവർ പൂജാരിമാരല്ലാതെ വേറെ ആരെയും കയറ്റുന്ന സ്ഥലമല്ല. അപ്പോൾ അവിടുത്തെ ശ്രീകോവിലിൻ്റെ ഒരു പ്രത്യേകത, ഒരാൾ ഉയരത്തിലാണ്, മേളിലാണ് ശ്രീകോവിൽ. അപ്പോൾ ആ പൂജാരി ചാടി അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് എന്നെ പിടിച്ചങ്ങ് അകത്താക്കി, ആ ശ്രീകോവിലിനകത്താക്കി. ഞാൻ മറ്റേയാളെ പിടിച്ച് മേളിലാക്കി. മാത്രമേ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ 5 വരി ക്യൂ പൊക്കോണ്ടിരിക്കുക. 5 വരി ക്യൂ പൊക്കോണ്ടിരിക്കുക. ഇവരാരും കാണുന്നില്ലേ നിങ്ങൾ? എനിക്കറിയത്തില്ല. പിടിച്ച് സെക്യൂരിറ്റിക്കാരൊന്നും കണ്ടത് എനിക്കറിയില്ല. 5 വരി ക്യൂ പൊക്കോണ്ടിരിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ ശിവലിംഗത്തെ കെട്ടിപ്പിടിക്കണം. ഈ വന്ന ആള് ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച്, ഞാൻ ഈ സാധനം എന്തുവാ ഇത് ഇങ്ങനെ ഇരിക്കുക ആയതുകൊണ്ട് എൻ്റെ നോട്ടം ഇതെന്തോ സാധനമാണെന്നുള്ളതായി നോട്ടം. ഇത് കല്ലാണോ വല്ല മരത്തടിയാണോ മറ്റു വല്ലതും ആണോ എന്ന് ഞാനിങ്ങനെ ഇതേ കൈകൊണ്ടിങ്ങനെ പരതിക്കൊണ്ടിരിക്കുക. അല്ലാതെ ഭക്തിയോടല്ല. നമുക്ക് മൊത്തം കൺഫ്യൂഷനായി. ഭക്തിയൊക്കെ അവിടെ പോയി. ഇത് എന്തോ സാധനം നോക്കിയപ്പോൾ ഇതിന് മൂർച്ചയുണ്ട്. 4 വഴിക്കോട്ടെ എവിടെയൊക്കെ നമ്മുടെ കല്ല് പൊട്ടിയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിന് പട്ടിന്റെ പുറത്തുകൂടെ തപ്പി നോക്കുന്നു. അപ്പോഴത്തേക്ക് ബോധം പോയി. 2 മണിക്കൂർ അവിടെ കിടന്നു. ഈ ക്ഷേത്രത്തിനകത്ത് ഈ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് 2 മണിക്കൂർ അവിടെ കിടന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ തോളിൽ ആരോ തട്ടുന്നു. നോക്കിയപ്പോൾ എന്നെ കൊണ്ടുവന്ന ആളാ. മതിയോ എന്ന് ചോദിച്ചു. മതി എന്നാ എണ്ണിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എണ്ണിക്കാൻ വയ്യ. ശരീരം മുഴുവൻ തളർന്നു. പുള്ളി തന്നെ പിടിച്ചു. അപ്പോൾ വേറെ ഉപശാന്തിക്കാരുണ്ടായിരുന്നു, അവരിവിടെ ഹെൽപ്പ് ചെയ്ത് പിടിച്ച് നിർത്തിയപ്പോൾ നിൽക്കാൻ വയ്യ, ബലമില്ല. അപ്പോൾ കുറച്ചു നേരം എന്നെ അവിടെ നിർത്തിയ ശേഷം താപ്പോട്ട് പിടിച്ചല്ലേ ഇറക്കാൻ പറ്റും. 2 പേര് കൂടി താപ്പോട്ട് ഇറങ്ങിയപ്പോൾ ഞാനങ്ങ് കാലിന് ബലമില്ലാത്തതുകൊണ്ട് അങ്ങ് മറിഞ്ഞു. പക്ഷേ 5 വരി ക്യൂക്കാരെന്നെ താങ്ങി. എന്നെ അവിടെ നിർത്തിയപ്പോൾ എനിക്ക് ആ കയറിയ ഭിത്തിയാൽ പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക അറിയാതെ. ഇതൊക്കെ നടക്കാറായാൽ പുറത്തിറങ്ങണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളെ എപ്പോഴോ പുറത്തിറങ്ങിയിട്ടുണ്ട്. എപ്പോഴോ ഇറങ്ങി, എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ
ഒരാൾ മുഖത്ത് ഭസ്മമൊക്കെ പൂശി ഒരാളവിടെ നിൽക്കും. ഇങ്ങനെ എന്നെ കൈയാട്ടി വിളിച്ചു. ഞാൻ അടുത്തോട്ട് ചെന്നു. അപ്പോൾ അടുത്തോട്ട് ചെന്ന് മുഖത്ത് ഭസ്മമുണ്ട്, ഇത് ആരാകും? അപ്പം നോക്കിയപ്പോൾ കൂടെ ഒരു 7 പേരുമുണ്ട്. 7 പേരും ഇവരെല്ലാം ഭിക്ഷാടനം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആണോ എനിക്കറിയത്തില്ല. അവിടെ ഇരിക്കുന്നു 7 പേരുണ്ട്, എല്ലാം വൃത്തികെട്ട വസ്ത്രങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ മൈൻഡിൽ പറഞ്ഞു ശിവനാണ്. ഭസ്മമിട്ട ആള് ശിവനാണ്. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ ചാടിക്കറിയും പിടിച്ചു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. വെട്ടിപ്പിടിച്ച് ഞാൻ പോക്കറ്റ് നോക്കുമ്പോൾ എൻ്റെ കാശൊന്നുമില്ല. ഞാൻ കാശൊന്നും എടുത്തിട്ടില്ല. അവിടെ അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ലാത്ത കാശൊന്നുമില്ല. അപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപയുടെ 100 രൂപ മേടിച്ച് അന്നേരം നിന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലും ദക്ഷിണയായിട്ട് 100 രൂപ വെച്ചു. ബാക്കിയുള്ളവരുടെ കയ്യിലും 100 രൂപ വെച്ചു. എല്ലാവരെയും വന്നിച്ച് അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ ഇരിക്കാം, കൈ ആങ്ങി ഇരുന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എല്ലാവരും മനസ്സിലാവുന്നുണ്ട്, എൻ്റെ ക്ഷീണം മാറുന്നു ഒക്കെ പുള്ളിക്ക് മനസ്സിലാവും. പിന്നെ അപ്പോൾ പോകാം, ആംഗ്യമല്ലേ പറ്റുള്ളൂ. പുള്ളിക്കും ഭാഷയുണ്ടോ എന്ന് എനിക്കറിയില്ല. ശിവന് പുള്ളിക്ക് ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷേ അത് മൈൻഡ് കൊണ്ട് കൺവേ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും നമ്മൾ മനസ്സുകൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ പോകാം, ക്ഷീണം മാറിയെങ്കിൽ പോകാം. സമയം 2 മണി ഉച്ചയ്ക്ക് 2 മണി. ഇപ്പം 2 മണിക്കൂർ കെട്ടിപ്പിടിച്ച മറ്റേ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ താപ്പോട്ട് ഇറങ്ങിപ്പോകും. 4 മണിയായപ്പോൾ ഗ്രൗണ്ടിൽ, അതായത് ആദ്യം സഞ്ചാരം തുടങ്ങി. അതായത് ഈ ഹെലികോപ്റ്റർ ഉള്ള സ്ഥലത്ത് 4 മണിക്ക് എത്തി. ഹെലികോപ്റ്റർ അല്ല, ഹെലികോപ്റ്ററിന്റെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും. ഹെലിപ്പാഡിനടുത്ത് 4 മണിക്ക് എത്തി. അപ്പോൾ എത്ര മണിക്കൂർ എടുത്തു? 2 മണിക്കൂർ. ആകെ 6 മണിക്കൂർ. ഇത് എങ്ങനെ സംഭവിച്ചു? ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും. അപ്പൊ ഈ സാറിന് അറിയാമല്ലേ? സാറിന് ഇത് പിന്നെ പറയുന്നത് പിന്നെ സാറാണ് എന്നോട് ഫോണിൽ പറയുന്നത്. ഇത് ഇങ്ങനെയല്ലയോ സാറേ സംഭവിച്ചത് നമ്മൾ പോയപ്പോഴും. അപ്പൊ ആകെ നമ്മൾ എത്ര മണിക്കൂർ എടുത്തു? ഇത്ര മണിക്കൂർ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, നമ്മൾ ആകെ 6 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? സാറിന് 12 മണിക്കൂർ അല്ലേ? 12 മണിക്കൂറാണോ ഏത് സാധാരണ രീതിയിൽ? അല്ല, സാധാരണ 5 മണിക്ക് തിരിക്കുന്നവര് 7 മണിയാകുമ്പോൾ എടുക്കും. അപ്പോൾ 12 മണിക്കൂറോളം എടുക്കും. 12 മണിക്കൂറോളം എടുക്കും. എന്തായാലും 10 മണിക്കൂറിന് മേളിലെടുക്കും. 10 മണിക്കൂറിന് മേളിലെടുക്കും. എങ്ങനെയൊക്കെ ആയാലും ഇത് 2 മണിക്കൂറിന് മേളിലെത്തി. ഇനി 2 മണിക്കൂറിന് മേളിലെത്തുമ്പോൾ വേറൊരു വിശേഷം നടന്നു. പാർവതി കാണുമെന്ന് പറഞ്ഞില്ലേ, ഒരു പിണങ്ങി പോകുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങൾ മേപ്പോട്ട് ഈ കുതിരയും കൊണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുത്തനെയുള്ള പർവ്വതത്തിന്റെ മേളിൽ നിന്ന് എന്തോ ഒരെണ്ണം താപ്പോട്ട് വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ കസ്തൂരിമാനുണ്ട്, അതുവല്ലോ ആണോ വരുന്നത്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അത് നമുക്ക് കാണത്തക്ക രൂപത്തിലെ ഒരു സ്ത്രീയാണ്. ഈ മലയുടെ മണ്ടയിൽ ഈ സ്ത്രീ എങ്ങനെയാ താപ്പോട്ടിറങ്ങി വരുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. ഞാനിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അത് എൻ്റെ അടുക്ക് വന്നു, തൊട്ട് പേടിച്ചു. ഒരു 5 പട്ടി ഇവർ ചുറ്റുമായിട്ടുണ്ട്. ഒരു പട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുതിരയേക്കാൾ വലുതാണ്. വലിയ പട്ടികൾ. 5 നിറത്തിലുള്ള കുട്ടികളാണ്. 5 നിറത്തിൽ. നമ്മൾ സാധാരണ ഒരു 2-3 നിറമല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് 5 നിറത്തിലുള്ള പട്ടികൾ. ഈ പട്ടികളെ കൊണ്ട് ഇവർ ഈ കുതിര ഈ ഇത്രയും ദൂരം മാറുന്നതിനുള്ളിൽ അവിടുന്ന് അവര് ഈ കുത്തനെയുള്ള ഇറക്കം, ഒരു മനുഷ്യര് ഒരു പഴുതാരയ്ക്ക് പോലും കയറിപ്പാൻ വരികയാത്ത കുത്തനെ കയറ്റം ഇറങ്ങി താഴെ വന്നു. ഞാൻ താഴെ വന്നപ്പോഴാണ് ഇവര് പാർവതിയാണെന്ന് ഞാൻ അപ്പോഴും തോന്നി. അവരെന്നെ നോക്കുന്നില്ല, വളരെ ക്രൂരമായ മുഖത്തിലാണ്. ഞാൻ താമസിച്ചുകൊണ്ട് എന്നുള്ള തലേന്നേ കണ്ടില്ലേ. ഞാൻ തൊഴുതു. ഞാനിങ്ങനെ കുതിരയുടെ പുറത്ത് തിരിഞ്ഞിരുന്ന് സാറിനോട് കാണിച്ചു ദാണ്ട് പോകുന്നു. സാറത് മനസ്സിലായില്ല. അത് പക്ഷേ കാണാൻ പറ്റില്ല, അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. ഈ കുതിര കണ്ടില്ല. കുതിര ഈ പട്ടിയെ കണ്ടാൽ എടുത്ത് ചാടിയാൽ താഴെ ജീവൻ പോക്കാം. ഈ കുതിരകൾ ഇങ്ങനെ ഒരേ സമയം ഇങ്ങനെ ഞെരുങ്ങി മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് താഴെ കൊക്കയാണ് ഇങ്ങനെ ഹിമാലയത്തിലെ കൊക്കയല്ലേ. അപ്പൊ ഈ കുതിര ഇത് കണ്ടാൽ കുതിര ചാടും ഉറപ്പായിട്ട്. 2 സിംഹത്തെ കാണുന്ന പോലെ അല്ല ഈ പട്ടികൾ, അതിനേക്കാൾ ക്രൂരമാണ് ഈ സാധനം. അപ്പൊ കുതിരയും കണ്ടിട്ടില്ല, സാറും കണ്ടില്ല. അപ്പൊ ഞാനിങ്ങനെ തൊഴുതു. പാർവതിയാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായി. പക്ഷെ ഇവര് നമ്മളെ ഒന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ ഇവർ ഈ മേപ്പോട്ടാണ് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. മേപ്പോട്ട് നോക്കിക്കൊണ്ടാണ് അവർ നടക്കുന്നത്.
അപ്പോൾ ഒരു അത്ര വലിയ ആഡംബരമൊന്നുമില്ല. ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി, ഒരു 22 വയസ്സ് വരുന്ന ഒരു സ്ത്രീ. ശിവനൊരു 72-80 വയസ്സ് വരും. ശിവൻ, ഭഗവാൻ ശിവന് 72-80 വയസ്സ്. പാർവതിക്ക് 23. ഒരു 22 വയസ്സ്. ഇത് ഇത്ര ഒരു ആ ഡിഫറൻസ് എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല, ഇപ്പോൾ അറിയില്ല. പിന്നീട് ഞാനെപ്പറ്റി റെഫർ ചെയ്ത് നോക്കി, അതിന് ഏതാണ്ട് ഇത്രയും ശിവനെ പറ്റി എവിടെയോ ശ്രീരുദ്ധത്തിലോ മറ്റോ വൃദ്ധ മറ്റോ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. വൃദ്ധ രൂപമാണ് അദ്ദേഹത്തിന്റെ, നമ്മൾ ഈ കാണുന്ന രൂപമല്ല. അല്ല, ഞാൻ കണ്ടപ്പോഴും അങ്ങനെ തന്നെ വൃദ്ധനാണ്. അന്നേരം ഒന്നും എനിക്കറിയില്ല, പിന്നീടാണ് ഇതൊക്കെ റെഫർ ചെയ്തത്. എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ ഡിഫറൻസ്? നല്ല വയസ്സായ വൃദ്ധന്റെ രൂപത്തിലുള്ള ആളാണ് ശിവൻ. വൃദ്ധന്റെ രൂപത്തിലുള്ള മുഖം എനിക്ക് കാണാൻ പറ്റില്ല. പാർവതി ദേവി ചെറുപ്പക്കാരിയാണ്. ചെറുപ്പക്കാരി എന്ന് വെച്ചാല് നമ്മുടെ ഇവിടെയൊക്കെ ഒരു ഈ താഴ്ന്ന സമുദായക്കാരിലുള്ള സ്ത്രീയില്ലേ, താഴ്ന്ന സമുദായത്തിൽ കറുത്ത സ്ത്രീ, അപ്പോൾ അവരെ പോലെ തന്നെ താഴ്ന്ന, ഞാൻ ഒരു സമുദായത്തെ കുറ്റം പറഞ്ഞതല്ല, വേറെ മാർഗമില്ല എനിക്ക് പ്രകടിപ്പിക്കാൻ, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് ആ രൂപത്തിൽ തന്നെയാണ് അവരുടെ ഫേസും ഒക്കെ. അവര് ഇട്ടിരിക്കുന്ന പാവാടയും ദാവണി പോലെ എന്ന പഞ്ഞു ദാവണി ആണ് അവരിട്ടിരിക്കുന്നത്. പിന്നെ ഒരു തോർത്തല്ല, ഈ പെണ്ണുങ്ങൾ ഇടുന്ന ഇങ്ങനെ ക്രോസ് ഇടും. ഇത്ര തന്നെയുള്ള വേഷം. ഈ പട്ടിയുടെ എനിക്ക് ഏറ്റവും അതിശയം ഈ 5 നിറമുള്ള പട്ടി, ഒന്ന് വെള്ള, ഒന്ന് ചുവപ്പ്, ഒന്ന് പച്ച പട്ടി വരെയുണ്ട്. പച്ചപ്പട്ടി, പച്ച, മഞ്ഞ, 5 നിറം. പിന്നീട് ഞാനിപ്പോൾ ആലോചിച്ചപ്പോഴാണ് ചിലപ്പോൾ പഞ്ചഭൂതങ്ങളായിരിക്കാം ഈ പട്ടി രൂപത്തിൽ വരുന്നതെന്ന് ഞാൻ പിന്നീട് ഒരു ഉത്തരം കണ്ടെത്തി. അതിന് നമ്മളിങ്ങനെ ഒരു റിസർച്ച് ചെയ്തപ്പോൾ മനസ്സുകൊണ്ട് ഒരു എങ്ങും വായിക്കാൻ കിട്ടുന്ന ഒരു കാൽക്കുലേഷനിലെത്തി. ഇത് എങ്ങും വായിക്കാൻ കിട്ടുന്ന സാധനമല്ല. അപ്പോൾ ഇവരിവിടെ വന്നിറങ്ങി എൻ്റെ തൊട്ട് മുമ്പിലോട്ട് ഇറങ്ങി ഇങ്ങനെ ആ കുതിരകളുടെ ഇടയിൽ കൂടെ ഈ പട്ടികളെ കൊണ്ട് ചാടി താപ്പോട്ട് ഇവിടെയൊക്കെ പോയാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ശിവനെയും കണ്ടു, പാർവതിയെയും കണ്ടു. ഏതായാലും 2018-ലായിരുന്നു. 2018 ഈ കഴിഞ്ഞു 2018-ലാണ്. എന്തായാലും ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇത്തരം അനുഭവങ്ങൾ ഇത് ട്രെയിൻ ട്രാവൽ അല്ലാതെ പിന്നെ എന്താ ഇതിന് ഒരു പേരുണ്ട്? അതെ, തീർച്ചയായും. അങ്ങ് ഭാവിയിലേക്കാണ് പോയത്. നമ്മൾ നിൽക്കുന്ന ഒരു ലെയർ ഉണ്ട്. ഈ ലെയറിൽ നിന്ന് റേസ് മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു 70 പ്രകാശവർഷം അപ്പുറം പോയാൽ എൻ്റെ കൊച്ചുനാട്ടിലത്തെ കാണാം. എൻ്റെ ഞാൻ കുട്ടിയായിരുന്ന കാലം കാണാം. മനസ്സിലാവുന്നുണ്ട്. എനിക്ക് 70 വയസ്സുണ്ട്. 70 പ്രകാശവർഷം മുമ്പിലോട്ട് നമ്മൾ പോയാൽ ഞാൻ കുഞ്ഞുനാളിൽ എങ്ങനെയായിരുന്നു അത് കാണാൻ പറ്റും. 50 വർഷം മേളിലോട്ട് പോയാൽ 50 വയസ്സിൽ എങ്ങനെയായിരുന്നു അത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറെ കൂടെ പുറകോട്ടിറങ്ങിയാൽ, താപ്പോട്ടിറങ്ങിയാൽ നമ്മളുടെ ഭാവിയും കാണാൻ പറ്റും. ശരിക്കും അങ്ങ് ഭാവിയിലേക്കല്ലേ പോയത്? അങ്ങനെ യാത്ര ഭാവിയിൽ പെട്ടെന്ന് എത്തിയില്ലേ? അത് എന്താ, അതിനെന്താ ടൈം ട്രാവൽ? കാര്യം മറ്റേ ടീം 5 മണിക്ക് പോയവരെ ബൈ പറഞ്ഞിട്ട് അവർക്ക് മുന്നിലേക്ക് പോയി. അവരെത്തുന്നതിന് മുന്നേ എത്തി. ഇതിന് ഭൂതമെന്നോ ഭാവിയെന്നോ വല്ലതും പറയാൻ പറ്റുമോ? എനിക്കറിയില്ല അതിനെ പറ്റി എന്താ പറയേണ്ടത്. ഞാൻ തന്നെയായിട്ടൊരു പേരാ ടൈം ട്രാവൽ. ടൈം ട്രാവൽ ഞാനല്ലേ, മറ്റേ സാറാണ്, ഓഫീസറാണ്. നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് എവിടെ ഒരു മഹാഭാഗ്യം ടൈം ട്രാവൽ ചെയ്യാൻ പറ്റി, അത് അനുഭവിക്കാൻ പറ്റി. ഈ ടൈം ട്രാവൽ ഇത് ആക്ച്വലി ഇപ്പോൾ ഓരോരുത്തർ കേട്ട് പറയും ഇതല്ല ടൈം ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല. പക്ഷേ ഇത് ഇന്നൊരു മേൽവിലാസമുള്ള ഒരാൾ അനുഭവസ്ഥൻ ജീവിച്ചിരിപ്പുണ്ട് കൊല്ലം ജില്ലയിൽ. അതായത് അങ്ങോട്ട് 12 മണിക്കൂറോളം യാത്ര ഉണ്ട്, തിരിച്ച് അതുപോലെയും 12 മണിക്കൂർ. തിരിച്ച് യാത്ര എടുക്കത്തില്ല. തിരിച്ച് ഒരു 8 മണിക്കൂർ 7 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ സാധാരണ. അതായത് സാധാരണ പിറ്റേന്നായിരിക്കും തിരിക്കുന്നത്. പിറ്റേന്ന് തിരിച്ചാൽ ഒരു 12 മണി താപ്പോട്ടുള്ള യാത്ര. അതായത് ഇനി ടോട്ടൽ എങ്ങനെ നോക്കിയാലും 10-20 മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. അതിനിടയ്ക്ക് 6 മണിക്കൂർ കൊണ്ട് പോയതിന് ഇടയ്ക്ക് 2 മണിക്കൂർ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് സമാധിയിലും കിട്ടും. അതെ, തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങൾ അങ്ങേക്ക് കിട്ടിയത് അങ്ങ് ഒരു ഭാഗ്യവാൻ തന്നെയാണ്.